നമുക്കറിയാം വയനാട്ടിൽ ഇതുവരെ കേന്ദ്രം ഒരു രൂപ തന്നിട്ടില്ല. നമ്മൾ പല പ്രാവശ്യം പ്രതിപക്ഷവും ഗവൺമെൻറ്റും എല്ലാം ശക്തിയായി ആവശ്യപ്പെട്ടു. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു, പ്രധാനമന്ത്രി ഇവിടെ വന്നു, കേന്ദ്ര സംഘം വന്നു, പക്ഷെ പണം കൊടുത്തിട്ടില്ല. ഇങ്ങോട്ട് തരാനുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻസ് അസിസ്റ്റൻസ് ആണ്, പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജാണ് കേരളത്തിന് വേണ്ടി അനുവദിക്കുന്നത്. അത് തരാതെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ആവശ്യമായ നമുക്ക് അർഹമായ പണം തരാതിരിക്കുകയും എന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കിയതിൻ്റെ പണം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് കേന്ദ്രത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഇങ്ങനെ ദുരന്തമുണ്ടായ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം പണം കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു കണക്ക് കൊടുത്തിട്ടില്ല. വിശദമായി കണക്ക് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരത് എത്രയും പെട്ടെന്ന് അത് ഭംഗിയായി കൊടുക്കട്ടെ. പക്ഷേ കണക്ക് കൊടുക്കാതെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും താൽക്കാലികമായി പണം അനുവദിച്ചു. ആ പണം പോലും കേരളത്തിന് അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഇത് കേരളത്തെ പരിഹസിക്കുകയാണ്. ഇപ്പം ഈ 136 കോടി രൂപ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അതിൽ ഞങ്ങൾ ശക്തിയായ പ്രതിഷേധം